നമുക്ക് ചെമ്പല്ലി മീൻ പൊരിച്ചതുണ്ടാക്കാം. അതായത് ചെമ്പല്ലി മീൻ ഫ്രൈ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പല്ലി ഒരു മീനാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല പൊടികൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായി നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ലേശം മല്ലിപ്പൊടി. ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണ, നാരങ്ങയ്ക്ക് പകരം ഞാൻ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ മീൻ മസാല പൊട്ടുന്നതിനായി നമുക്ക് വരഞ്ഞെടുക്കാം. ഈ മീൻ നമുക്കിങ്ങനെ വരഞ്ഞെടുക്കാം. ഒരു സൈഡ് നമുക്കിങ്ങനെ വരഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ വരയാം. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ പേസ്റ്റാക്കി ചേർക്കാം. മീനിൻ്റെ രണ്ട് സൈഡും നമ്മൾ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഏകദേശം ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, എല്ലാം കൂടി ചേർത്ത് ഈ പേസ്റ്റ് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് പേസ്റ്റെല്ലാം നല്ലതായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മീനിലോട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. മറുഭാഗം കൂടെ അങ്ങനെ തന്നെ ചെയ്യും. എല്ലാ മസാലയും നമുക്ക് തേച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് മസാലകൾ തേച്ച് പിടിപ്പിക്കും. ഇത് തലയോട് കൂടി തന്നെ എടുത്ത ഒരു ഫുൾ മീനാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, അതായത് വറുത്തെടുക്കാം.
സമയം ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം. അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ചെമ്പല്ലി മീൻ ഫ്രൈ ചെയ്യുന്നതിനായി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കതിൽ ചേർക്കാം. ചെമ്പല്ലി മീൻ തണുപ്പ് പോകാനായി ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. ഈ സമയം ചെമ്പല്ലി മീൻ വറുക്കുന്നതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. അത് നമുക്ക് 4 സൈഡ് വരെ ചുറ്റിക്കാം. ഒരു സൈഡ് വരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. വേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇതിൽ കിടന്നൊന്ന് മൊഴിയിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്യാം. ചെമ്പല്ലി മീൻ ഫ്രൈ ആയിട്ടുണ്ട്, വറുത്തത് റെഡി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചെമ്പല്ലി മീൻ വറുത്തത് റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.